ആമസോണിൽ നിന്ന് ഞാൻ വരുത്തിയൊരു പൊതിയാണിത്. ഇതിനകത്ത് ജീവനുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാണിച്ചു തരാം. ഇതിൽ നല്ല ഉറക്കമായിരിക്കും. ഇനി നമുക്ക് ഇവരെ ഉണർത്തിയിട്ട് വേണം വെളിയിലേക്ക് വിടാനായിട്ട്. ഇതാണ് സാധനം, ലേഡി ബഗ്സ്. ഇതിനെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതിൽ പകുതി ആളുകൾ ഡോർമെൻ്റ് ആയിട്ടുണ്ട്. തണുപ്പിൽ ഇവരങ്ങ് ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ചെറിയതായിട്ടത് അനക്കം കാണാവോ? ഉണ്ടോ? അകത്ത് അനങ്ങമുണ്ട്. ഞാൻ എന്തിനാ ഇത് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പയറിന് കഴിഞ്ഞ കൊല്ലം കുറച്ച് മുഞ്ഞ കയറിയായിരുന്നു. അപ്പം ഞാൻ ChatGPT സെർച്ച് ചെയ്തപ്പോഴാണ് ഇതാണ് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി വിട്ടു. എല്ലാം മുഞ്ഞേനെ നശിപ്പിച്ച് നല്ല സൂപ്പറാക്കി തന്നായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ ആ കാര്യം വിട്ടേ പോയി. അപ്പോൾ രണ്ടാമത് ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുമ്പം എൻ്റെ കാന്താരി മുളകിലും മുഞ്ഞ കയറിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെപ്പറ്റി ഓർത്തത്. അപ്പോൾ ഞാനിത് അഴിച്ചു വിടാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് നേരം നമുക്ക് വെളിയിൽ വെക്കാം, ആൾക്കാരൊക്കെ ഒന്ന് ഉണർന്നോട്ടെ. കാണാൻ വന്നതാ ലേഡി ബഗ്സിനെ. ലേഡീന്ന് കേട്ടപ്പോഴേ സിമ്പിൾ ഓടി വന്നു. എല്ലായിടത്തും അനക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, നിറച്ച് മുഞ്ഞ അങ്ങനെ കവർ ചെയ്തിരിക്കുവാണ്. വെറും സിമ്പിൾ ആണ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലേഡി ബഗിനെ തുറന്നിടുന്ന കാണാൻ വന്ന. അന്നേരം നമ്മൾ ആദ്യം ഇത് തുറന്നു വിടുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് വെള്ളം മിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, എവിടെയാണോ നമ്മൾ തുറന്നു വിടുന്നത്. പക്ഷെ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നതുകൊണ്ട് എല്ലാം തണുത്തായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ ഇത്തിരി വെള്ളം കെട്ടിക്കിടക്കുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ താഴേക്കാണ് തുറന്നു വിടുന്നത്. കുറെ താഴെയും വിടും, കുറെയൊക്കെ മേലെയും വിടും. വെള്ളം കുടിച്ച് എല്ലാം ദാഹം മാറി കഴിയുമ്പോൾ അവര് ഇത് കണ്ടുപിടിച്ച് കഴിച്ചോളും. നാളത്തെ കഴിഞ്ഞുകൊണ്ടൊക്കെ നോക്കുമ്പോൾ ഇത് ക്ലീൻ ആയിരിക്കും. ഇതായിരുന്നു എന്റെ ആദ്യത്തെ പയറിൽ ഞാൻ നടത്തിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ചോട്ടിൽ ഇത്തിരി മൾച്ചൊക്കെ ഇട്ട് റെഡിയാക്കാൻ ശ്രദ്ധിക്കണം. അതാ ഇപ്പൊ തന്നെ ഇവർ ഇറങ്ങി തുടങ്ങി. കണ്ടോ, നല്ല സുന്ദരിമാരല്ലേ? ഇഷ്ടം പോലെയാണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാരും എഴുന്നേറ്റ് ദാഹിച്ച്. ഞാൻ ഇവരെ ഇങ്ങോട്ടാണ് വിടുന്നത് ആദ്യം. കുറെ പേരെയൊക്കെ ഇവിടെ വിടാം. ഇതിനെ റിലീസ് ചെയ്താൽ ആദ്യം ഇത് വെള്ളം കുടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടോ, ആ ഇലയിലുള്ള വെള്ളം ആദ്യം അത് കഴിക്കും. അതിനുശേഷം ഇത് നോക്കൂ, എവിടെയാണോ മുഞ്ഞുള്ളത് അതിലേക്ക് എത്തിപ്പെട്ട് അതിനെ കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ് ദാഹം മാറി കഴിയുമ്പോൾ അവര് ഈ കാണുന്ന മുഞ്ഞകളിലേക്ക്, ബാക്കി എത്തിയവര് ഓടി ഓടി വരുന്നത് കാണാം. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. കുറെ ഞാൻ താഴെ ഇട്ടിരുന്നല്ലോ. ഇവിടെ ഒരാള് താഴെ വീണ ഓരോന്നിനെ എടുത്ത് വെക്കുകയാണ്. ഞാൻ സിമ്പിളിന് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓടി വരുന്നത് മുഞ്ഞെ പിടിക്കാനായിട്ട്. നീ ഇതിങ്ങനെ പൊതിഞ്ഞിരുന്ന് കഴിച്ചോളും. അതിനുശേഷം നമ്മൾ ഇത് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇവരെ കാണുകയല്ല. ഇവർ ഈ മൾച്ചിന്റെ അടിയിലേക്കൊക്കെ പോകുന്ന കാണാം. വീണ്ടും ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവർ വരും. പക്ഷെ കൊടും ചൂടായി, ഞാൻ പറഞ്ഞല്ലോ, ചൂടായി കഴിയുമ്പോൾ ഇവർ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെ ഒന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. കാണാൻ തന്നെ നല്ല രസമല്ലേ? നമ്മൾ എത്ര വളർന്നാലും പ്രകൃതിയോട് ചേരുമ്പോൾ നമ്മൾ വളരെ കൊച്ചു കുട്ടികളുടെ മനസ്സാവും എന്ന് പറയുന്നത് വെറുതെയാണോ? ഇത് നോക്കിക്കേ, ഇത് ഓരോന്നിനെയും വെള്ളത്തിൽ വീണതിനെ കുഞ്ഞു പിള്ളേരെ പോലെ കുത്തിയിരുന്ന് പെറുക്കി വിടുന്നൊരു സിമ്പിൾ. വെള്ളത്തിൽ വീണ ഓരോന്നിനെയും രക്ഷിച്ചു വിടുവാണ് സിമ്പിള്. ഇഷ്ടപ്പെട്ട ലേഡി ബഗിനെ? പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ലേഡി ബഗിനെ കാണാൻ വേണ്ടി മാത്രം ലേഡി ബഗിനെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് ഓടി പോവാ. ശരി, ബൈ. നമ്മളുടെ കൊച്ചു ഗാർഡനിലേക്ക്, വലിയ ഗാർഡൻ വ്യവസ്ഥയിൽ ഇത് എങ്ങനെയാ ചെയ്യാം, ഇത് ഫലപ്രദമാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ കൊച്ചു ഗാർഡൻ വ്യവസ്ഥയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇത് നമുക്ക് ആമസോണിൽ നിന്ന് ഒരു $8 ഒക്കെ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയപ്പോൾ ഞാനൊരു 11 മണിയായപ്പം റിലീസ് ചെയ്ത് നല്ല വെയിൽ വന്നു. അങ്ങനെ അത് പോയി. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ കുറച്ചുകൂടെ റിസർച്ച് ഒക്കെ നടത്തിയ ശേഷമാണ് മനസ്സിലായത്, നമ്മൾ ഇതിനെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിയുമ്പോൾ കൊടും വെയിലാണെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒരു 30 ഞാനിപ്പോൾ ഫാരൻഹീറ്റിലാണ് കേട്ടോ പറയുന്നത്.
0 ഡിഗ്രി അല്ലെങ്കിൽ 30 ഒക്കെ ആണെങ്കിൽ ഇത് 30 ഫാരൻഹീറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ഡോർമെന്റ് സ്റ്റേജിലേക്ക് പോവും, അത് ഉറങ്ങിക്കോളും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം 2 ആഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇതിനെ നമ്മൾ നല്ലൊരു ക്ലൗഡി ഡേ അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്ന ദിവസം, ഒത്തിരി വെയിലില്ലാത്തൊരു ദിവസം നോക്കി ഏർലി മോർണിംഗിലാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. ഏർലി മോർണിംഗ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം, മിസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നുകൊണ്ട് അതിന്റെ ആവശ്യം എനിക്കുണ്ടായില്ല. മിസ്റ്റ് ചെയ്ത ശേഷം ഇതുങ്ങളെ തുറന്നു വിടുക. കുറച്ചൊക്കെ താഴെ ഭാഗത്തും തുറന്നു വിടണം, കുറെ മോൾ ഭാഗത്തും തുറന്നു വിടണം. അപ്പം ഇത് വെള്ളം ആദ്യം കുടിക്കും, അതിനുശേഷം ഇത് നമ്മുടെ മുഞ്ഞേനെ കഴിച്ചോളും. നല്ല വിശന്ന് ദാഹിച്ചിരിക്കുവാണല്ലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് 2 മാസം കൂടുമ്പോൾ ഇതിനെ നമ്മുടെ ഗാർഡനിലേക്ക് റിലീസ് ചെയ്യുവാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ മുഞ്ഞയുടെ ലൈഫ് സൈക്കിള് കണ്ടിന്യൂ ചെയ്യാതെ ഇത് ഈറ്റപ്പ് ചെയ്തോളും. ഈ ലേഡി ബഗ് അതിനെ തിന്നോളും, അതിന്റെ ലാർവേനെ ഒക്കെ കഴിച്ചോളും. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇതിനൊരു ആവാസ വ്യവസ്ഥ നമ്മൾ സൃഷ്ടിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് മൾച്ച് ചെയ്തിരിക്കണം. മൾച്ചോ അല്ലെ ഹേയോ ഒക്കെ ഇട്ട് നമ്മുടെ ഗാർഡനിൽ എവിടെ ഇങ്ങനെ ഇത് ഇടുന്ന ചെടികളുടെ ചോട്ടിലൊക്കെ ഹേ ഒക്കെ ഇട്ട് മൾച്ചൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ചൂട് വരുമ്പോൾ അതിനടിയിൽ നിന്ന് ഇതുങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് റിപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഒരു വലിയ ഹെൽപ്പറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു അറിവ് നിങ്ങൾക്കെല്ലാം തരാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി സൺഡേ.